കോൺഗ്രസിൽ ആരാണ് യഥാർത്ഥത്തിൽ ക്യാപ്റ്റൻ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ കോൺഗ്രസിൽ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിന്റെ വിജയശില്പി ആരാണ് എന്നുള്ള വിവാദത്തിന് പിന്നാലെ ക്യാപ്റ്റൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിലെ പുതിയ ഒരു ചർച്ച. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിൽ പരിഭവമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടതോടെ തന്നെയാണ് പാർട്ടിയിൽ വീണ്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. താനും ഉമ്മൻചാണ്ടിയും മുന്നണിയെ നയിച്ചിരുന്നപ്പോൾ വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അന്നൊന്നും തങ്ങളെ ആരും ക്യാപ്റ്റൻ എന്നൊന്നും വിശേഷിപ്പിച്ചിട്ടില്ല എന്നായിരുന്നു ചെന്നിത്തലയുടെ പരസ്യ പ്രതികരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെയുള്ള ക്രെഡിറ്റ് വിവാദത്തിൽ AICC നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്നലെ നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിന് മുന്നോടിയായിട്ടാണ് ചർച്ച നടന്നത്. ഇന്നലെ വൈകിട്ട് KPCC ആസ്ഥാനത്തായിരുന്നു വി.ഡി. സതീശൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല എന്നിവരുമായിട്ട് ദീപാദാസ് മുൻഷി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. തുടർ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം തന്നെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പരിഭവമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വരികയായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്യാപ്റ്റൻ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചതിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോടുള്ള അതൃപ്തി പ്രകടമാക്കിയാണ് ചെന്നിത്തല പ്രതികരിച്ചത് തന്നെ. താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് എന്നും എന്നാൽ അന്നൊന്നും തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല എന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഭവം തന്നെ. ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വി.ഡി. സതീശനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിനെതിരെ ചെന്നിത്തലയുടെ ഈ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റിന്റെ ഭൂരിഭാഗവും ലീഗിനാണ് എന്നും ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച വേളയിലും വിജയശില്പി ആരാണ് എന്നുള്ള ഇതിനെ പറ്റിയുള്ള തർക്കങ്ങൾ ഉടലെടുത്ത ഒരു കാര്യം തന്നെയാണ്. മൈക്ക് വിവാദം പരസ്യമായ അഭിപ്രായ ഭിന്നതയ്ക്ക് വഴിവെക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അന്നത്തെ KPCC അധ്യക്ഷൻ K. സുധാകരനും തമ്മിൽ പരസ്യമായ വിഴുപ്പലക്കിന് തുടക്കം കുറിച്ചതും അന്ന് തന്നെയായിരുന്നു. ഇതിനുശേഷം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും സമാനമായ വടംവലിക്ക് വേദി ഒരുങ്ങുക തന്നെയായിരുന്നു. പാർട്ടിയിലെ ഏറ്റവും സ്വീകാര്യനായ നേതാവ് താൻ തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള നീക്കം രമേശ് ചെന്നിത്തല നടത്തിയെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമമാണ് ചെന്നിത്തല നടത്തുന്നതെന്നും കോൺഗ്രസിനകത്ത് തന്നെ ആരോപണം ഉയരുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം രമേശ് ചെന്നിത്തലയെ വിവിധ സംഘടനകൾ മുഖ്യ അതിഥിയായി ക്ഷണിച്ചതോടെ സതീശൻ വിഭാഗത്തിന് ആശങ്ക ഏറിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ അഭിനന്ദിച്ച് SNDP ജനറൽ സെക്രട്ടറിയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം. പിന്നാലെ ചെന്നിത്തലയെ ഏറ്റവും സ്വീകാര്യനായ നേതാവായി മാധ്യമങ്ങളും വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയേക്കും എന്നുള്ള പ്രചാരണങ്ങളും ഇതേ കാലത്ത് തന്നെയായിരുന്നു ഉണ്ടായത്.